അംഗപരിമിതർക്കായി സർക്കാർ നൽകിയ വാഹനത്തിന്റെ സ്പെയർ പാർട്സുകൾ ലഭിക്കുന്നില്ലെന്ന് പരാതി. ഇത് കാരണം ഉള്ള സ്കൂട്ടർ അറ്റകുറ്റപ്രവൃത്തികൾ നടത്താനാവാതെ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണെന്ന് വാണിമ്പലം കൂറ്റമ്പാറക്കടവിലെ മൂത്തായി നീലകണ്ഠൻ വണ്ടൂർ വിഷൻ ന്യൂസിനോട് പറഞ്ഞു. 7 വർഷം മുമ്പ് തെങ്ങിൽ നിന്നും വീണ് നട്ടല് തകർന്ന നീലകണ്ഠന്റെ ഏക ആശ്രയമായിരുന്നു ജില്ലാ പഞ്ചായത്ത് സഹായത്തോടെ ലഭിച്ച അംഗപരിമിതർക്കുള്ള സ്കൂട്ടർ. 2012-ൽ ഈ വാഹനം ലഭിച്ചതു മുതൽ ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തിയാണ് നീലകണ്ഠൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നത്. ഇതിനോടൊപ്പം പാലിയേറ്റീവ് കെയറിൽ നിന്നും പഠിച്ചെടുത്ത കുട, സോപ്പ്, ഫിനോയിൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം സ്വന്തമായി നിർമ്മിച്ചും ഈ വാഹനത്തിൽ വിൽപ്പന നടത്താറുണ്ട്. ഇദ്ദേഹത്തിന് ലഭിച്ച മഹേന്ദ്ര കമ്പനിയുടെ കൈനറ്റിക് സ്കൂട്ടിയുടെ സ്പെയർ പാർട്സുകൾ സമീപ പ്രദേശങ്ങളിലൊന്നും ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വാഹനത്തിന്റെ ക്ലച്ച് ഡിസ്ക് പോയി വർക്ക്ഷോപ്പിലാക്കിയിട്ട് 1 മാസത്തോളമായി. ആവശ്യമായ പാർട്സുകൾ ലഭിക്കാത്തതിനാൽ തന്നെ വാഹനം നന്നാക്കാനുമാകുന്നില്ല. മഞ്ചേരി, മലപ്പുറം, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ഷോറൂമുകളിലും പൊളിമാർക്കറ്റുകളുമടക്കം അന്വേഷിച്ചെങ്കിലും പാർട്സുകൾ ലഭിച്ചില്ല. തൃശൂരിലെ പാലക്കാട്ടെയോ പൊളിമാർക്കറ്റുകളിൽ അന്വേഷിച്ചാൽ ആവശ്യമുള്ള പാർട്സുകൾ ലഭിക്കുമെന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ഇവിടെയൊന്നും പോയി തിരയാനുള്ള ശാരീരിക ശേഷിയും സാമ്പത്തിക ശേഷിയുമൊന്നും ഇദ്ദേഹത്തിനില്ല. 3 തവണ ഓപ്പറേഷന് വിധേയനായ ഇദ്ദേഹത്തിന്റെ നട്ടലിന് കമ്പിയിട്ടതുകൊണ്ടാണ് എണീറ്റ് നിൽക്കാൻ തന്നെ സാധിക്കുന്നത്. വാഹനമില്ലാത്തതിനാൽ നടന്ന് ഇദ്ദേഹത്തിന്റെ കാലുകൾക്കും അസുഖമായിട്ടുണ്ട്. മൂത്രം ട്യൂബ് വഴി മാത്രമാണ് ഒഴിക്കാൻ സാധിക്കുക. ഇതിനായുള്ള ട്യൂബ്, വിൽപ്പനയ്ക്കായുള്ള സാധനങ്ങൾ എന്നിവയെല്ലാം വാഹനമുണ്ടെങ്കിൽ മാത്രം ഇതിൽ വെക്കാം. വാഹനം കേടായതോടെ അവശ്യ സാധനങ്ങളെല്ലാം കയ്യിൽ കൊണ്ട് നടക്കുകയെന്നത് പ്രായോഗികമല്ല. അധിക ദൂരം നടക്കാൻ സാധിക്കാത്തതിനാൽ നടന്നുള്ള വിൽപ്പനയും സാധ്യമല്ല. ഇങ്ങനത്തെ വണ്ടി വന്നിട്ട് എന്താ കാര്യമാണ്? ഇത് കൊടുക്കുമ്പോൾ ഇതിന്റെ പാർട്സ് കിട്ടണം. അങ്ങനത്തെ വണ്ടിയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പോ മഞ്ചേരി പോയി, മലപ്പുറം, പെരിന്തൽമണ്ണ, കോഴിക്കോട് എവിടെയൊക്കെ പോയി എവിടുന്ന് ഇതിന്റെ പാർട്സ് കിട്ടാല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാൻ അറിയില്ല, എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയില്ല. വർഷാപ്പ് ഓൻ മടുത്തു സംഭവം കഴിഞ്ഞിട്ട്. എന്താ പോകാൻ ചെയ്യണം? ഓ പോയി കുറെ കഴിച്ചിട്ട് സാധനം നോക്കും, ഒരുപാട് നോക്കി, ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി നോക്കി, അവിടെയും ചെയ്യാൻ കഴിയണില്ല. പിന്നെ നമ്മളിപ്പോ സുഖമില്ലാത്ത ആൾക്കാർ എന്തും ഇങ്ങനെ എവിടെ പോയി കുടുങ്ങിയാൽ എന്താ കാട്ടുക? ഇത് കൊടുക്കുമ്പോൾ ഇതിന്റെ പാർട്സ് കിട്ടണം വണ്ടി കൊടുക്കും. അല്ലാതെ എനിക്കല്ല, ഇനി ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിലും എനിക്കിനി ഇതിന് കിട്ടുന്നതാണ്. ഇനി കൊടുക്കുന്ന ആൾക്കാർക്ക് ഉപയോഗം എവിടെയെങ്കിലും കടയിൽ പോയാൽ കിട്ടണം. ഇത് മഞ്ചേരി മാത്രമുള്ള ഈ കട, അവിടെ ചെന്നാലോ വലിയ ഡിമാൻഡ്, ഒരു സ്കൂറും കൊടുക്കണം അവർക്ക് 200 രൂപ. തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളുമെല്ലാം അംഗപരിമിതർക്ക് ഇത്തരം വാഹനങ്ങൾ നൽകുമ്പോൾ ഭാവിയിൽ സ്പെയർ പാർട്സുകൾ എല്ലായിടത്തും ലഭിക്കുന്ന വാഹനങ്ങൾ നൽകണമെന്നാണ് നീലകണ്ഠന്റെ അപേക്ഷ. വണ്ടൂർ വിഷൻ ന്യൂസ്, വാണിമ്പലം.